ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. നമ്മുടെ ധ്യാന വിഷയം കർത്തൃ പ്രാർത്ഥനയാണ്. ലോർഡ്സ് പ്രേയർ, ഡിസൈപ്പിൾസ് പ്രേയർ എന്നും പറയാറുണ്ട്. ലോകത്തിലേക്ക് വെച്ച് ഏറ്റവും മനോഹരവും ഹൃദ്യവുമായിരിക്കുന്ന പ്രാർത്ഥനയാണ് കർത്തൃ പ്രാർത്ഥന. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്നത്, ചൊല്ലുന്നതായ പ്രാർത്ഥനയാണ് കർത്തൃ പ്രാർത്ഥന. അതിൻ്റെ ഏറ്റവും വലിയ പ്രാധാന്യം കർത്താവായ യേശുക്രിസ്തുവിന്റെ നാവിൽ നടന്നു വന്ന വാക്കുകളാണ് ആ പ്രാർത്ഥന. കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥനയാണ്. നിങ്ങൾ ശ്രദ്ധിക്കണം, കർത്താവ് ചൊല്ലിയ പ്രാർത്ഥനയല്ല. കർത്തൃപ്രാർത്ഥന എന്ന് പറയുമ്പോൾ യേശു ഇപ്രകാരം പ്രാർത്ഥിച്ചു എന്ന് നിങ്ങൾ ധരിക്കരുത്. കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥനയാണ്, കർത്താവ് ചൊല്ലിയ പ്രാർത്ഥനയല്ല. കാരണം കർത്താവിന് അത് ചൊല്ലേണ്ട കാര്യമില്ല. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ എന്ന് പാപമില്ലാത്തതായ കർത്താവായ യേശുക്രിസ്തു ചൊല്ലേണ്ടതായ കാര്യമില്ല. ഒരിക്കൽ ശിഷ്യന്മാരെല്ലാവരും കൂടി കർത്താവിൻ്റെ അടുക്കിലേക്ക് ചെന്നു. യോഹന്നാൻ സ്നാപകൻ തൻ്റെ അനുഗാമികളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചു. ഞങ്ങൾക്ക് പ്രാർത്ഥനാശീലമില്ല, ഞങ്ങൾ മീൻ പിടിച്ചുകൊണ്ട് നടന്ന മുക്കുവന്മാരാണ്, എങ്ങനെയാണ് എന്താണ് പ്രാർത്ഥിക്കേണ്ടത് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ, അതുകൊണ്ട് ഞങ്ങളെ പ്രാർത്ഥിപ്പാൻ പഠിപ്പിക്കണമെന്ന് പ്രാർത്ഥിച്ചു. വായിച്ച് ലൂക്കോസ് 11-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം. അവൻ ഒരു സ്ഥലത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. കർത്താവായ യേശുക്രിസ്തു ഒരു സ്ഥലത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ തീർന്ന ശേഷം ശിഷ്യന്മാരിൽ ഒരുത്തൻ അവനോട്, കർത്താവേ, യോഹന്നാൻ തന്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ചതുപോലെ ഞങ്ങളെയും പ്രാർത്ഥിപ്പാൻ പഠിപ്പിക്കണമേ എന്ന് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. ഞങ്ങളെയും കൂടി പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ എന്ന് പറഞ്ഞു. കർത്താവായ യേശുക്രിസ്തു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കർത്താവായ യേശുക്രിസ്തു പ്രാർത്ഥനയിൽ അലിഞ്ഞ് ദൈവത്തിന് മഹത്വം കൊടുക്കുന്നതും ദൈവത്തോട് ഉള്ളം തുറന്ന് സംസാരിക്കുന്നതും ദൈവഗീതത്തിന് സമ്പൂർണമായി സമർപ്പിക്കുന്നതും ശിഷ്യന്മാരെ പലപ്പോഴും കണ്ടിട്ടുണ്ട്. അതിരാവിലെ കർത്താവ് വാങ്ങിപ്പോയിരുന്ന് പ്രാർത്ഥിക്കും, രാത്രി മുഴുവൻ കർത്താവായ യേശുക്രിസ്തു ഇരുന്ന് പ്രാർത്ഥിക്കും. വലിയ വേദനയുടെയും ഞരക്കത്തിൻ്റെയും സമയത്ത് കർത്താവായ യേശുക്രിസ്തു പ്രാർത്ഥിക്കും. എപ്പോഴും പിതാവൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ മുട്ടുമടക്കി വേറിട്ടിരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു കർത്താവിനെയാണ് അവർ കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് ആ പ്രാർത്ഥനാശീലം ഞങ്ങളുടെ ജീവിതത്തിലും പകർത്തണമെന്ന് അവരുടെ ഉള്ളത്തിൽ ആഗ്രഹമുണ്ടായി. ഞാൻ അതിനോട് ചേർത്ത് നിങ്ങളോട് കർത്തൃപ്രാർത്ഥനയുടെ വിശദാംശത്തിലേക്ക് പോകുന്നതിന് മുൻപ് വളരെ വിനയത്തോടെ അപേക്ഷിക്കുകയാണ്. ദൈവമക്കളെ, പ്രാർത്ഥനാ ജീവിതം മക്കളെ എങ്ങനെയുണ്ട്? തിരക്ക് പിടിച്ച ജീവിതത്തിൻ്റെ മധ്യത്തിൽ പ്രാർത്ഥന കുറഞ്ഞു പോയിട്ടുണ്ടോ? പലപ്പോഴും പരാജയത്തിൻ്റെ കാരണം അതാണ്. പലപ്പോഴും ആത്മാവിൽ മരിക്കാൻ കാരണം അതാണ്. പ്രാർത്ഥന എന്ന് പറയുന്നത് ഒരു വിശ്വാസിയുടെ ജീവശ്വാസമാണ്, ഒരു വിശ്വാസിയുടെ പ്രാണവായുവാണ്. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, ഞാൻ അമ്മയോട് പലപ്പോഴും മിണ്ടാറില്ല എന്ന് പറഞ്ഞതുപോലെ, ദൈവമക്കളെ, ഒരു ഭർത്താവ് ഭാര്യയോട് മിണ്ടുന്നില്ലെങ്കിലോ വഴക്കാണെന്നല്ലേ എൻ്റെ അർത്ഥം. ഇപ്പം നിങ്ങളെ ആരെങ്കിലും ഞാൻ കാണുമ്പോൾ മിണ്ടാതെ വഴിമാറിപ്പോവുകയാണെങ്കിൽ സാറിന് ഞങ്ങളോട് എന്തോ അകൽച്ചുണ്ടെന്നല്ലേ അർത്ഥം. എന്താണ് പ്രാർത്ഥന എന്ന് പറയുന്നത്? പിതാവും മക്കളും തമ്മിലുള്ള ഉള്ളം തുറന്നുള്ള സംഭാഷണമാണ് പ്രാർത്ഥന. ആ വാക്ക് നിങ്ങൾ കേൾക്കണം. തുടർന്ന് നമ്മൾ പഠിക്കുമ്പോൾ മനസ്സിലാവും. മക്കൾ അപ്പനോട് സംസാരിക്കുന്നതാണ് പ്രാർത്ഥന. മിണ്ടാതിരിക്കുന്നുണ്ടോ? നിങ്ങൾ സംസാരിക്കാതിരിക്കുന്നുണ്ടോ? ഹൃദയം പകരാതിരിക്കുന്നുണ്ടോ? ദൈവത്തിന് സ്തോത്രം. നമ്മൾ എന്തുമാത്രം പോരാട്ടങ്ങളുടെ മധ്യത്തിലാണ് ജീവിക്കുന്നത്. ആരെ വീഴിക്കണമെന്ന് വിചാരിച്ചുകൊണ്ടാണ് സാത്താൻ നടക്കുന്നത്. നാം ഇന്ന് ജീവിക്കുന്നത് വാസ്തവത്തിൽ ഏദൻ പർദീസയിലാണ്. എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? ചതിക്കുഴികൾ ചുറ്റുമുണ്ട്. ദൈവസാന്നിധ്യം അനുഭവിക്കുന്ന ദൈവമക്കളുടെ അടുക്കൽ പോലും പാമ്പ്, സാത്താൻ വന്ന് മധുരമായ ഒരു ഫലവുമായിട്ടാണ് വരുന്നത്. കാണാൻ നല്ല ഭംഗി, തിന്മാൻ നല്ല രുചി, കാക്ഷിക്കാൻ കൊള്ളാവുന്നത്, നല്ല ഭംഗിയായും മനോഹരമായും രുചിപ്രദമായും ചമഞ്ഞ് ഒരുങ്ങിയാണ് സാത്താൻ നമ്മളുടെ അടുക്കൽ പ്രേരണകളും വശീകരണങ്ങളുമായി വരുന്നത്. നമ്മളവിടെ കടിച്ചു പിടിച്ച് നല്ല ഭക്ഷണം കഴിച്ച് ആരോഗ്യമുള്ളവരായി നടന്നിട്ട് ജയിക്കാൻ ഒക്കുകയില്ല. അതിനാവശ്യമായിരിക്കുന്ന ശക്തിയാണ്. ആ ശക്തി ലഭിക്കുന്നത് പ്രാർത്ഥനയിൽ നിന്ന് മാത്രമാണ്. ലെസ് പ്രയർ ലെസ്
പവർ. മോർ പ്രെയർ മോർ പവർ. മൊബൈൽ നിങ്ങൾക്കറിയാം ഈ കാലങ്ങളിൽ അതെല്ലാം നല്ല മൊബൈലാണ്, പക്ഷെ ചാർജ് ഇല്ലെങ്കിലും ഞാൻ ആരെയും കുറ്റം പറയുകയല്ല. അനേകരുടെയും ചാർജ് വളരെ കുറഞ്ഞ് പലരും ഡെഡായി തീർന്നിട്ടുണ്ടോ? പ്രാർത്ഥനയുടെ അഗ്നി കെട്ടുപോയിട്ടുണ്ടോ? ക്രിസ്തീയ ജീവിതത്തിൻ്റെ അടിത്തറയാണ് പ്രാർത്ഥന. എന്തെല്ലാം തിരക്ക് പിടിച്ച് ജീവിതത്തിൻ്റെ മധ്യത്തിൽ ഞാൻ പ്രാർത്ഥന കുറയ്ക്കുകയില്ല. പ്രാർത്ഥന കുറയ്ക്കുകയില്ല. കുടുംബ പ്രാർത്ഥന വേണം, രഹസ്യ പ്രാർത്ഥന വേണം, കൂട്ടായ്മയിൽ വന്നുള്ള പ്രാർത്ഥന വേണം. അതെല്ലാം നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ അനിവാര്യമാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 9 മുതലായിരിക്കുന്ന വാക്യങ്ങളും ലൂക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായത്തിൻ്റെ 1 മുതലായിരിക്കുന്ന വാക്യങ്ങളുമാണ് നമ്മൾ കർത്തൃ പ്രാർത്ഥനയിൽ കാണുന്നത്. 2 ഇടത്താണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇനി നിങ്ങൾ പറയുന്ന ഓരോന്നും വ്യക്തമായി മനസ്സിലാക്കണം. 2 കാര്യങ്ങൾ നിർദ്ദേശങ്ങളായി കർത്താവായി യേശുക്രിസ്തു പ്രാർത്ഥന ചൊല്ലിക്കൊടുക്കുന്നതിന് മുൻപ് പറഞ്ഞിട്ടുണ്ട്. 2 നിർദ്ദേശങ്ങൾ കർത്തൃപ്രാർത്ഥനയുമായി ബന്ധപ്പെട്ട്. ഒന്നെന്താണ്? ലൂക്കോസ് 11:2 വായിച്ച്. അവൻ അവരോട് പറഞ്ഞത്, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ചൊല്ലേണ്ടത്. എല്ലാവരും വാക്ക് കേട്ടെ. നമ്മൾ എന്നും ചൊല്ലുന്നതാണ് ദൈവമക്കളെ, ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് അതിൻ്റെ അർത്ഥവും വ്യാപ്തിയും ആഴവും മനസ്സിലാക്കിക്കൊണ്ട് ചൊല്ലിയാൽ വലിയ വ്യത്യാസമുണ്ട്. കർത്താവായ യേശുക്രിസ്തു പ്രാർത്ഥന പഠിപ്പിക്കുന്നതിന് തൊട്ട് മുമ്പ് പറഞ്ഞു, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ചൊല്ലേണ്ടത്. ഹല്ലേലൂയ, ദൈവത്തിൻ്റെ മഹത്വം, കർത്താവിന് സ്തോത്രം. പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലായി? ഞാൻ എന്ത് ചൊല്ലിത്തരുന്നോ അത് ചൊല്ലണം. അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായോ? കർത്താവായി യേശുക്രിസ്തു മുഖാന്തരം ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. ഞാൻ പറഞ്ഞത് നിങ്ങൾ ഏറ്റു ചൊല്ലണം എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എന്തെങ്കിലും, ദൈവം നല്ല സ്നേഹമാകുന്നു എന്ന് പറഞ്ഞാൽ പോരാ. നിങ്ങൾ നല്ല വാക്കാ അത് പറഞ്ഞാൽ പോരാ. പിന്നെ എന്ത് പറയണം? കർത്താവായ യേശു മുഖാന്തരം ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം എന്ന് തന്നെ ചൊല്ലണം. അതുകൊണ്ട് ഇഷ്ടമുണ്ടെങ്കിൽ ചൊല്ലിയാൽ പോരാ, അത് തന്നെ ചൊല്ലണം. എ പ്രയർ ടു യൂസ് ബൈ ഇറ്റ് സെൽഫ്. കർത്താവായി യേശുക്രിസ്തുവിൻ്റെ നാവിൽ നിന്ന് ഏതെല്ലാം വാക്കുകൾ അടർന്നു വന്നോ അത് അതേപടി ചൊല്ലണം. 1-ാമത്തെ നിർദ്ദേശം അതാണ്, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ചൊല്ലേണ്ടത്. മത്തായി 6:9 വായിച്ച്. 2-ാമത്തെ നിർദ്ദേശം എന്താണ്? നിങ്ങൾ ഇവണ്ണം പ്രാർത്ഥിപ്പിൻ. നിങ്ങൾ ഈ വണ്ണം പ്രാർത്ഥിപ്പിൻ. നിങ്ങൾ ഈ വണ്ണം പ്രാർത്ഥിക്കണം. ശ്രദ്ധിക്കണമേ, നിങ്ങൾക്ക് പ്രാർത്ഥനയ്ക്കുള്ളതായ ഒരു മോഡൽ ഞാൻ തരികയാണ്. പ്രേ ആഫ്റ്റർ ദിസ് മാനർ. പ്രാർത്ഥനയിൽ ഉൾക്കൊള്ളേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണെന്ന് കർത്താവ് പറഞ്ഞു തരുന്നു. ഒരു മാതൃകാ പ്രാർത്ഥനയാണ്. ഇറ്റ് ഇസ് എ പ്രയർ, എ പാറ്റേൺ പ്രയർ ഫോർ ഓൾ പ്രേയേഴ്സ്. ഏത് പ്രാർത്ഥനയാണെങ്കിലും അതിന് ഒരു മാതൃക കർത്താവായ യേശുക്രിസ്തു പറഞ്ഞു തന്നിരിക്കുകയാണ്. നിങ്ങൾക്ക് അർത്ഥം മനസ്സിലായോ? ലോർഡ്സ് പ്രേയർ ഈസ് എ പ്രേയർ ടു യൂസ് ബൈ ഇറ്റ് സെൽഫ്. അത് കർത്താവ് ചൊല്ലിത്തന്ന വാചകങ്ങൾ അതേപടി തന്നെ ചൊല്ലണം. ദെൻ എ പാറ്റേൺ ഫോർ ഓൾ പ്രേയേഴ്സ്. എല്ലാത്തിനുമുള്ളതായ ഒരു മാതൃകാ പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥന നമ്മളെ പഠിപ്പിക്കുന്നത് എന്തു പ്രാർത്ഥിക്കണം, എങ്ങനെ പ്രാർത്ഥിക്കണം, ആരോട് പ്രാർത്ഥിക്കണം, ആര് പ്രാർത്ഥിക്കണം. 4 കാര്യങ്ങൾ മനസ്സിലായല്ലോ. ആരാണ് പ്രാർത്ഥിക്കേണ്ടത്, ആരോടാണ് പ്രാർത്ഥിക്കേണ്ടത്, എന്താണ് പ്രാർത്ഥിക്കേണ്ടത്, എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത്. ഇറ്റ് ടീച്ചസ് അസ് ദി മാനർ, ദി മെത്തേഡ് ആൻഡ് ദി മാറ്റർ ഓഫ് പ്രയർ. പ്രാർത്ഥനയുടെ സകല ഘടകങ്ങളും അതിനകത്തുണ്ട്. എങ്ങനെ, ആരോട്, എന്ത്, ആര് പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. ഇതെല്ലാം ഉൾക്കൊള്ളുന്ന ഒരു പ്രാർത്ഥനയാണ് നമ്മൾ ധ്യാനിക്കാനായിട്ട് പോകുന്നത്. ദൈവത്തിന് സ്തോത്രം. അതിന് പകരം അതൊരു കോൺഗ്രിഗേഷണൽ റെസിറ്റേഷൻസ് ആയി മാറുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? എല്ലാവരും കൂടെ കൂടുമ്പോൾ എളുപ്പത്തിന് ചൊല്ലി തീർക്കാവുന്ന ഒരു പ്രാർത്ഥന. അത് ഒരു ചടങ്ങ് പ്രാർത്ഥന, ഒരാവർത്തന പ്രാർത്ഥന. അതിൻ്റെ വിരസത, അതിൻ്റെ ശക്തിയൊക്കെ ചോർന്നു പോയിട്ടില്ലേ? കർത്തൃ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ എന്നാ? സ്വർഗ്ഗസ്ഥനായ പിതാവെന്ന് ചൊല്ലി രാജ്യം ശക്തിയും മഹത്വം എന്നേക്കും നിനക്കുള്ളതാകുന്നു ആമീൻ കുരിശ് വരച്ച് പോകുന്നതല്ലാതെ. ഞാൻ ഇത് വായിച്ചു വന്നപ്പോൾ ഞാൻ എൻ്റെ ദൈവമേ, ഭയത്തോടെ ഞെട്ടലോടെ തെറ്റുപറ്റിപ്പോയല്ലോ എന്ന് ഞാൻ വാസ്തവമായിട്ട് പറഞ്ഞു പോയി. E.M. ബൗൺസ് എന്ന് പറയുന്ന ഒരാൾ പറയും, ഈ പ്രാർത്ഥനയെക്കുറിച്ച് ഒരു വലിയ പുസ്തകം എഴുതിയാലും തീരുകയില്ല, ഒരു വലിയ പുസ്തകം എഴുതിയാലും തീരുകയില്ല. അത്രമാത്രം ആഴമേറിയ സ്വർഗീയ മർമ്മങ്ങൾ ഉൾക്കൊള്ളുന്നതാണ്
ദൈവത്തിന് സ്തോത്രം. കർത്തൃ പ്രാർത്ഥന. ഇനി ഞാൻ പറയും, നിങ്ങൾ ശ്രദ്ധിച്ച്. കർത്തൃ പ്രാർത്ഥനയുടെ ഘടകം എന്തെല്ലാമാണ്? പ്രാർത്ഥനയുടെ ഘടന. ഈ പ്രാർത്ഥനയിൽ 8 കാര്യങ്ങളാണ് ഉൾക്കൊള്ളുന്നത്. 8 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. 8 കാര്യങ്ങൾ ഈ പ്രാർത്ഥനയിൽ. ഒന്നാമത്തെ കാര്യം സംബോധനാവാക്യം, അവസാനത്തേത് സമാപന സ്തുതിവാക്യം. 2ആയി. ആദ്യത്തേത് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ സംബോധനാവാക്യം. ഏറ്റവും അവസാനത്തേത് സമാപന സ്തുതിവാക്യം. ദൈവം രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്ക് നിനക്കുള്ളതാകുന്നു, ആമീൻ. നടുക്കുള്ളത് 6 അപേക്ഷകൾ. 6 അപേക്ഷകളാണ് ആകെ കർത്തൃപ്രാർത്ഥനയിലുള്ളത്. 6 അപേക്ഷകൾ. അത് 3 3 6ആണ്. 3+3 6 അപേക്ഷകൾ. 3 ദൈവ കാര്യങ്ങൾ ബന്ധപ്പെട്ടതാണ്. ദൈവവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ 3. അവസാനത്തെ 3 മനുഷ്യനുമായി ബന്ധപ്പെട്ടതായ കാര്യമാണ്. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ ആവശ്യങ്ങൾ സംബന്ധിച്ചുള്ള പ്രാർത്ഥന. 1 ദൈവവുമായി ബന്ധപ്പെട്ട 3 കാര്യങ്ങൾ, 2 പ്രാർത്ഥിക്കുന്ന വ്യക്തിയുമായി ബന്ധപ്പെട്ട 3 കാര്യങ്ങൾ, 3 6 അപേക്ഷകൾ, സംബോധനവാക്യം 7, സമാപന സ്തുതിവാക്യം 8. അടുത്ത കാര്യം, വളരെ വിശാലമായ ഒരു പ്രാർത്ഥനയാണ് കർത്തൃപ്രാർത്ഥന. കർത്തൃപ്രാർത്ഥനയുടെ വിശാലത, ദി ബ്രെഡ്ത്ത്, ദൈവത്തിന് സ്തോത്രം. അതിൻ്റെ വലിപ്പം എന്തെല്ലാമാണ്, അത് ഏതെല്ലാം രംഗങ്ങളെ തൊടുന്നു, അതാണ് വിശാലത എന്ന് പറയുന്നതിൽ നിന്ന് ഉദ്ദേശിക്കുന്നത്. ഭൂതകാലവും വർത്തമാനകാലവും ഭാവി കാലവും ഉൾക്കൊള്ളുന്ന പ്രാർത്ഥനയാണ്. നിങ്ങളങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ? കർത്തൃപ്രാർത്ഥനയിൽ വർത്തമാനകാലമുണ്ട്, ഇന്നത്തെ കാലം കാര്യങ്ങൾ. 2 കഴിഞ്ഞ കാലത്തെ കാര്യങ്ങളുണ്ട്. ഇന്നത്തെ കാര്യം അതിനകത്തുണ്ട്. എന്താണ്? ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണം, ഇന്നത്തെ കാര്യം. ദൈവത്തിന് സ്തോത്രം. ഇറ്റ് കവേഴ്സ് ദി പ്രസന്റ് നീഡ്സ്. പിന്നെന്താ? ഇറ്റ് കവേഴ്സ് ദി ഫാസ്റ്റ് സീൻസ്. പ്രസന്റ് നീഡ്സ്, ഇന്ന് ആവശ്യമുള്ള കാര്യം, അതാണ് വർത്തമാനകാലം. പിന്നെ കഴിഞ്ഞ കാലത്ത് ഏതാണ്? ഇറ്റ് കവേഴ്സ് ദി പാസ്റ്റ്. അത് കഴിഞ്ഞാൽ ഞങ്ങൾ ചെയ്തു പോയ കടങ്ങളും പാവങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണം. ഇനി വരാനിരിക്കുന്ന കാര്യം ഏതാണ്? ഇനി ഞങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ പരീക്ഷകൾ പലതും വരും. അത് ഞങ്ങളോട് കൂടിയത്. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്, ദുഷ്ടനിൽ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളുക. ദുഷ്ടൻ ഞങ്ങളെ പരീക്ഷിച്ച് വീഴിക്കാൻ വരും. അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ക്ലിയറായിട്ടില്ല ഞാൻ പറയുന്നത്. ഇന്നത്തെ കാര്യം അതിനകത്ത് ഉൾക്കൊണ്ടത്, ഞങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ഇന്ന് ഞങ്ങൾക്ക് തരണം. പിന്നെ ഞങ്ങളുടെ ജീവിതത്തിൽ പാപം വലുത് വന്നു പോയിട്ടുണ്ട് കർത്താവേ, അതുകൊണ്ട് ആ വന്നുപോയ പാപങ്ങളെല്ലാം ക്ഷമിച്ചു തരണം. ഇനി ഞങ്ങൾ തീരുമാനത്തോടെ മുന്നോട്ട് പോകുമ്പോൾ സാത്താൻ ശോധന ചെയ്യാനായിട്ട് വരും. ഇറ്റ് കവേഴ്സ് ദി ഫ്യൂച്ചർ ട്രയൽസ് ആൻഡ് ടെംപ്റ്റേഷൻസ്. 3 കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അതിൻ്റെ വിശാലത, ഇറ്റ് കവേഴ്സ് ദി പ്രസന്റ് നീഡ്സ്, ഇറ്റ് കവേഴ്സ് ദി പാസ്റ്റ് സിൻസ്, ഇറ്റ് കവേഴ്സ് ദി ഫ്യൂച്ചർ ടെംപ്റ്റേഷൻസ്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ മഹത്വം, കർത്താവിന് സ്തോത്രം. ദൈവനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ. ഇനി ഈ കർത്തൃപ്രാർത്ഥനയുടെ പ്രാധാന്യം എന്തെല്ലാമാണ്? കർത്തൃപ്രാർത്ഥനയുടെ പ്രാധാന്യം, അതിൻ്റെ ഏറ്റവും വലിയ പ്രാധാന്യം എന്താണ്? അത് മുൻഗണന കൊടുക്കേണ്ടത് ഏതിനാണ് എന്ന് അറിഞ്ഞ് മുൻഗണന കൊടുക്കുന്നു. ഇൻ ദിസ് പ്രയർ ലോർഡ്സ് ടീച്ചസ് അസ് ടു പുട്ട് ഫസ്റ്റ് തിങ് ഫസ്റ്റ്. പരമപ്രധാനമായിരിക്കുന്ന പ്രാധാന്യം ആർക്ക് കൊടുക്കണം എന്ന് ഇവിടെ വളരെ വ്യക്തമായി പറയുന്നുണ്ട്. എങ്ങനെയാ തുടങ്ങുന്നത്? സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ദൈ നെയ്യും, നിന്റെ നാമം. പിന്നെന്താ? നിന്റെ രാജ്യം, ദൈ കിങ്ഡം. പിന്നെന്താണ്? നിന്റെ ഇഷ്ടം. ഇത് മനോഹരമാണ് പ്രാർത്ഥന. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. അതിൻ്റെ പരമപ്രധാനം എന്ന് പറയുന്നത്, പ്രാർത്ഥിക്കാൻ നിൽക്കുന്നതായ വ്യക്തിയുടെ അന്തരംഗം 3 കാര്യങ്ങൾ സമ്മതിക്കുകയാണ്. എന്നാണ്? ദൈവത്തിൻ്റെ നാമം, 2 ദൈവത്തിൻ്റെ രാജ്യം, 3 ദൈവത്തിൻ്റെ ഇഷ്ടം. ദൈവമക്കളെ, ഞാനും ഇതിൻ്റെ വ്യാപ്തി, അതിൻ്റെ ആഴവും അതിൻ്റെ പരപ്പും ഞാൻ വേണ്ടവണ്ണം വാസ്തവത്തിൽ മനസ്സിലാക്കിയിരുന്നുമില്ല. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ദൈവനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ. മാത്രമല്ല, അതിൻ്റെ പ്രാധാന്യത്തിൻ്റെ 2ാമത്തെ വശം, മനുഷ്യൻ്റെ ആളത്വത്തിൻ്റെ എല്ലാ ഘടകങ്ങളും അതിൽ ഉൾക്കൊള്ളുന്നു. എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഞാനെന്ന് പറയുന്ന വ്യക്തി, പ്രാർത്ഥിക്കാൻ നിൽക്കുന്ന വ്യക്തിയുടെ എല്ലാ ഘടകങ്ങളും. 1 ശരീരം, ഫിസിക്കൽ, ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം.
ദൈവത്തിന് സ്തോത്രം. 2 മാനസികം. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ശാരീരികം, ഫിസിക്കൽ. രണ്ടാമത്തത് എന്താ? മാനസികം, നിന്റെ ഇഷ്ടം. ഹല്ലേലൂയ, നിന്റെ മനസ്സ് പോലെ എൻ്റെ ജീവിതത്തെ മാറ്റണമേ. ദൈവ ഇഷ്ടം, ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം ജീവിക്കാനുള്ള മനസ്സ് എനിക്ക് തരണമേ. ദൈ വിൽ ബി ഡൺ ഇൻ ദിസ് എർത്ത്. ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം ജീവിക്കാനുള്ള മനസ്സ് എനിക്ക് തരണമേ. 1 ശാരീരികം, ഫിസിക്കൽ. 2 ദ വിൽ, ദി മൈൻഡ്, ദൈവ ഇഷ്ടം. 3 എന്താണ്? ആത്മീകം. ആത്മീകം എന്താണ്? പാപക്ഷേമം. ദൈവമക്കളെ, എന്തുമാത്രം വിശാലമാണ്, എന്തുമാത്രം ആഴമേറിയതാണ് ഈ കർത്തപ്രാർത്ഥന എന്ന് ഞാൻ വാസ്തവത്തിൽ ചിന്തിക്കുകയായിരുന്നു. ഹല്ലേലൂയ. ഇനി നാം അതിൻ്റെ വിശദാംശത്തിലുള്ള പഠിത്തത്തിലേക്ക് വരികയാണ്. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. വളരെ കരുതലോടെ ഭയത്തോടും കൂടി ഒന്നിരിക്കണം കേട്ടോ. വളരെ ഞെട്ടലോടെ ഇരിക്കണം. ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാകും. എന്താണ് സംബോധന വാക്യത്തിൽ? എന്താണ്? സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. 3 കാര്യങ്ങൾ കേട്ടെ. 3 വാക്കുകൾ. സംബോധന വാക്യത്തിൽ 3 വാക്കുകളുണ്ട്. വെറുതെ പറഞ്ഞതല്ല. ഞങ്ങളുടെ പിതാവേ എന്നല്ല തുടങ്ങിയേക്കണേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. 3 കാര്യങ്ങൾ. കർത്തൃപ്രാർത്ഥന ചൊല്ലാൻ തുടങ്ങുമ്പോൾ ഓർത്തുകൊള്ളണം, ദൈവത്തിന് സ്തോത്രം, സംബോധനയിലെ ഏറ്റവും 3 പ്രധാനപ്പെട്ട പ്രയോഗങ്ങൾ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ്. എവിടെയാ പോയി നിൽക്കുന്നത്? തുറന്ന സ്വർഗവാതിലിന്റെ മുൻപിൽ. ആരും മറക്കരുത്. ഇവിടെയാണെങ്കിലും ശരി, ബഹുമാനപ്പെട്ട വൈദികർ ചൊല്ലിത്തരുന്ന സമയത്ത് ഞാൻ നിൽക്കുന്ന എവിടെയാണ്? സ്വർഗത്തിന്റെ മുമ്പിലാണ്. അലസതയും അലംഭാവവും ദൈവവും ഇല്ലാതെ ഈ പ്രാർത്ഥന ഞാനിത് പഠിപ്പിക്കാൻ പോകുന്നു. പക്ഷേ ഞാൻ കരുണയ്ക്ക് വേണ്ടി മാപ്പപേക്ഷിക്കുകയാണ് കർത്താവേ. കാരണം ഞാൻ വേണ്ടവണ്ണം അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിയിരിക്കുന്നു. യെശയ്യാ പ്രവാചകൻ അത് കണ്ടു. എവിടെയാണ് നിൽക്കുന്നത്? സ്വർഗം തുറന്നിരിക്കുന്നു. ഓ, തീക്കടുത്ത ദൈവം. പരിശുദ്ധാന്മാരായ മാലാഖമാർക്ക് നേരെ നോക്കാൻ സാധ്യമല്ലാതെ അവരെന്ത് ചെയ്തു? 2 കൈ കൊണ്ട് മുഖം മൂടി. 2 കൈ കൊണ്ട് മുഖം മൂടി. സഹോദരി സഹോദരൻ, ഒന്ന് ചോദിക്കട്ടെ. മാലാഖമാര് മുഖം മൂടിക്കൊണ്ട് ആരാധിക്കുന്ന തേജോമയനായ ദൈവം ഇരിക്കുന്ന സ്വർഗത്തിന്റെ തുറന്നിരിക്കുന്ന വാതിൽക്കൽ നിന്നുകൊണ്ടാണോ നിങ്ങൾ കർത്തപ്രാർത്ഥന ഇതുവരെ ചൊല്ലിയത്? കർത്താവിനോട് മാപ്പ് ചോദിക്കണം നിങ്ങൾ. അലസതയും കർത്താവെ ഒരു ഗൗരവബോധമില്ലാതെ ചൊല്ലിപ്പോയല്ലോ. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ഇന്നു മുതലെങ്കിൽ നിങ്ങൾ ഓർത്തുകൊള്ളണത്. യെശയ്യാ 66:1 വായിച്ചേ. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, സ്വർഗം എന്റെ സിംഹാസനവും. എന്റെ ദൈവമേ, സ്വർഗം എന്റെ സിംഹാസനമാണ്. ദൈവത്തിന് സ്തോത്രം. എല്ലാവരും കേട്ടെ. ഞാൻ പ്രാർത്ഥിക്കാൻ കൈമർത്തി നിൽക്കുന്ന സമയത്ത് ഓർത്തോളണം, എന്റെ മുമ്പിൽ ഒരു സിംഹാസനത്തിൽ, ഉയർന്നും പൊങ്ങിയതുമായ സിംഹാസനത്തിൽ, തേജോമയനായ അതിന്റെ മുമ്പിൽ എന്റെ ദൈവമേ ഞാൻ നിൽക്കുന്നത്. ഒരു പ്രധാനമന്ത്രിയുടെയോ അല്ലെങ്കിൽ പ്രസിഡന്റോ മുമ്പിലല്ല. രാജാക്കന്മാർ 8-ാം അധ്യായത്തിന്റെ 27-ാമത്തെ വാക്യം. എന്നാൽ ദൈവം യഥാർത്ഥമായി ഭൂമിയിൽ വസിക്കുമോ? സ്വർഗത്തിലും സ്വർഗാദി സ്വർഗത്തിലും വസിക്കുന്ന തേജോമയനായ ദൈവത്തിന്റെ മുൻപിൽ, ദൈവത്തിന് സ്തോത്രം, ജ്വലിക്കുന്നതായ ആ രംഗത്ത് ഒരു കരിയില നിന്ന് നിൽക്കുകയാണ്. നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ടോ? ഈ കൊച്ചുങ്ങൾക്കൊക്കെ ദൈവം ഇത് നിങ്ങളൊന്ന് പറഞ്ഞു കൊടുക്കണം കേട്ടോ, അമ്മമാരൊക്കെ. ഇത് നിങ്ങളൊന്ന് ദയവ് ചെയ്ത്, ഞാൻ വളരെ വിനയത്തോടെ ശാന്തമായി ഒരു ക്ലാസ് എടുക്കുന്നതിലല്ലേ ക്ലാസ് പറഞ്ഞു തരുന്നത്. ഇതിൻ്റെ ഗൗരവം ഒന്ന് മനസ്സിലാക്കി വേണ്ടേ നിങ്ങളൊന്ന് പ്രാർത്ഥിക്കാനായിട്ട് നിൽക്കുന്നത്. പിതാക്കന്മാർക്ക് ദൈവ സാന്നിധ്യത്തിന് മുമ്പിൽ ഞെട്ടലുണ്ടായിരുന്നു. തീയല്ലോ ഈ തീ അതിനെ ചുറ്റുന്നു. ആ ദൈവമല്ലേ നമ്മുടെ മധ്യത്തിൽ ഇറങ്ങി വരുന്നത്. ഞാൻ എവിടെയാണ് നിൽക്കുന്നത്? സങ്കീർത്തനക്കാരൻ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. 115:3 115-ാം സങ്കീർത്തനം 3-ാമത്തെ വാക്യം. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ ദൈവമോ സ്വർഗത്തിലുണ്ട്, തനിക്ക് ഇഷ്ടമുള്ളതൊക്കെ. നമ്മുടെ ദൈവമോ സ്വർഗത്തിലുണ്ട്. ഇനി ഞാൻ പറയുന്ന ഓരോ വ്യക്തിയും ഇനി കേട്ടില്ല എന്ന് വരും. ഇനി നിങ്ങളെ തെറ്റിച്ചാൽ ശിക്ഷ അധികമാണ്. അറിയാഞ്ഞിട്ടല്ല, അറിഞ്ഞുകൊണ്ട് തെറ്റ് ചെയ്യുന്നവർക്ക് ശിക്ഷ അധികമാണ്. ഞാൻ കർത്തൃപ്രാർത്ഥനയ്ക്ക് വേണ്ടി പോയി നിൽക്കുന്നത് തീയുടെ മുൻപിലാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എബ്രായർക്ക് ലേഖനം ഒന്ന് വായിക്കുന്ന നല്ലതാണ്. 12-ാം അധ്യായം എടുത്ത് എബ്രായർക്ക് ലേഖനം 12-ാം അധ്യായത്തിന്റെ
18 മുതൽ 24 വരെയും പിന്നെ 29 വായിക്കണം. അത് നിങ്ങൾ വീട്ടിൽ പോയിട്ട് വന്ന് വായിച്ചത് നല്ലതാണ്. എന്താണെന്നറിയാമോ? ഏത് പ്രാർത്ഥനയ്ക്കാണേലും പോയി നിൽക്കുന്നത് എവിടെയാണ് എന്ന് തന്നിലായിരിക്കുന്ന പൗലോസ്ലീഹ വളരെ വ്യക്തമായി പറയുന്നുണ്ട്. വായിച്ചോ. സ്ഥൂലമായതും തീ കത്തുന്നതുമായ പർവ്വതത്തിനും മേഘതമസ്, കൂരിരുട്ട്, കൊടുങ്കാറ്റ്, കാഹളനാദം, വാക്കുകളുടെ ശബ്ദം എന്നിവയ്ക്കും അടുക്കലല്ലോ നിങ്ങൾ വന്നിരിക്കുന്നത്. ദൈവത്തിന്റെ സ്തോത്രം. അന്നത്തെ പോലെ ഉള്ളതായ രംഗത്തല്ല നമ്മൾ ഇപ്പോൾ വന്നിരിക്കുന്നത്. പുതിയ ക്രിസ്ത്യാനികൾ വന്നിരിക്കുന്നത് എവിടെയാണ്? ആ ശബ്ദം കേട്ടവർ ഇനി ഒരു വചനവും താങ്കൾ പറയരുതേ എന്ന് അപേക്ഷിച്ചു. ഒരു മൃഗമെങ്കിലും പർവ്വതം തൊട്ടാൽ അതിനെ കല്ലെറിഞ്ഞു കൊല്ലണമെന്നുള്ള കൽപ്പന അവർക്ക് സഹിച്ചുകൂടാഞ്ഞു. ഞാൻ അത്യന്തം പേടിച്ച് വിറയ്ക്കുന്നുവെന്ന്. എല്ലാരും കേട്ടോ? അത് അത്യന്തം പേടിച്ച് വിറയ്ക്കുന്ന രംഗത്താണ് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് ചൊല്ലാമെന്ന് നിൽക്കുന്നു. ഈ ഞെട്ടൽ ആർക്കെങ്കിലും ഉണ്ടായിരുന്നു? അത്യന്തം വിറച്ചുകൊണ്ടാണോ കർത്തൃപ്രാർത്ഥന ചൊല്ലിയേ? എന്റെ പൊന്നു സാറേ, എന്നാ ചൊല്ലിയതെന്ന് പോലും ഓർക്കണില്ല അല്ലേ? എവിടെയാ നമ്മൾ? സത്യത്തിന്റെ ആത്മാവ് നടത്തുന്ന കൂട്ടായ്മയിലെ ദൈവമക്കൾ അജ്ഞരായിരിക്കരുത്. അടുത്ത വാക്യം വായിച്ചേ. പിന്നെയോ സിയോൻ പർവ്വതത്തിനും ജീവനുള്ള ദൈവത്തിന്റെ നഗരമായ സ്വർഗീയ യെരൂശലേമിനും. ഓ ദൈവത്തിന് സ്വതന്ത്രം കർത്തൃപ്രാർത്ഥന ചെല്ലാനായിട്ട് നിൽക്കുന്ന സിയോൻ പർവ്വതത്തിനും സ്വർഗീയ യെരൂശലേമിന്റെ മുൻപിലും വായിച്ചു. അനേകായിരം ദൂതന്മാരെ സർവ്വസംഘത്തിനും. ദൈവത്തിന് സ്വതന്ത്രം അനേക തീക്കടുത്ത മാലാഖമാരെ മുഖം മൂടിക്കൊണ്ട് സംഘം കൂടി ദൈവമേ നീ പരിശുദ്ധനാകുന്നു 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 പറയുന്ന ആ തീക്കടുത്ത ദൈവത്തിന്റെ മുമ്പിലാണ് ഒരു പാവപ്പെട്ട കരിക്കൽ അല്ലെങ്കിൽ ഒരു പാവപ്പെട്ട പഞ്ഞി പോലെ ഒരു കരികില പോലുള്ളത് ഞാൻ പോയി നിൽക്കുന്നത്. ഓർത്തോളം കേട്ടോ. അടുത്ത വാക്യം. സ്വർഗത്തിൽ പേരെഴുതിയിരിക്കുന്ന ആദിജാതന്മാരെ സഭയ്ക്കും എല്ലാവരുടെയും ദൈവമായ ന്യായാധിപതിക്കും സിദ്ധന്മാരായ നീതിമാന്മാരെ ആത്മാക്കൾക്കും. ദൈവത്തിന്റെ സ്തോത്രം. ദൈവമക്കളെ, എവിടെയാ നിൽക്കുന്നതെന്ന് ന്യായം വിധിക്കും കേട്ടോ. എല്ലാവരെയും ന്യായം വിധിക്കുന്നതിന് മുമ്പിലാണ് ചെന്ന് നിൽക്കുന്നത്. ഇതെല്ലാം പറഞ്ഞതിന് ശേഷം മുഴുവൻ വായിക്കാൻ സമയമില്ല. 29ാമത്തെ വാക്യം വായിച്ചേ. നമ്മുടെ ദൈവം ആരുടെ അടുത്താ പോയി നിൽക്കുന്നത്? സ്ത്രീകളൊക്കെ ഒന്ന് ഞെട്ടലോടെ കേട്ടേ. ഇനി പ്രാർത്ഥന എഴുന്നതിൽ എല്ലാവരും കേട്ട് എവിടെ ചെന്നാ നിൽക്കുന്നത്? നമ്മൾ ആരുടെ മുമ്പിൽ കർത്തൃപ്രാർത്ഥനയ്ക്ക് വേണ്ടി നിൽക്കുന്നു? ആ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയല്ലോ. എൻ്റെ ദൈവമേ, താളടിയായ ഉണക്കച്ചുള്ളിയായ ഞാൻ ചെന്ന് നിൽക്കുന്നത് ദഹിപ്പിക്കുന്ന അഗ്നിയുടെ മുമ്പിൽ. അതുകൊണ്ടാണ് നമ്മുടെ പിതാക്കന്മാർ വിശുദ്ധ കുർബാനയിൽ ചൊല്ലി നാം ഭയത്തോടും വിറയലോടും കൂടി നിന്നോട് പ്രാർത്ഥിപ്പിൻ. എവിടെ നിൽക്കുന്ന ദൈവമക്കൾ? ഭയമുണ്ടോ? വിറയലുണ്ടോ? കള്ളു കുടിച്ച് നരകത്തിന്റെ പാനീയം ഊറ്റിക്കുടിച്ച് നാവ് കൊണ്ട് ചെല്ലുന്നവരില്ലേ നമ്മുടെ സഭയില്? മുറുക്കി തുപ്പി ചോപ്പിച്ച് വായുവായിട്ട് ചെല്ലുന്നവരില്ലേ? വീടിയും വലിച്ച് കഞ്ചാവ് വലിച്ച് ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ച് ഒന്ന് കുലുക്ക് പിഴിഞ്ഞും പോയി വിശുദ്ധ കുർബാന അനുഭവിക്കുന്നവരില്ലേ? മദ്യത്തിന്റെ കുപ്പി പിടിച്ചതായിരിക്കുന്ന കൈകൊണ്ട് കൈമലർത്തി പ്രാർത്ഥിക്കുന്നവരില്ലേ? വൃത്തികെട്ടതായി വേണ്ടാത്ത വാക്കുകൾ പറഞ്ഞ് ചകാര വാക്കുകൾ പറഞ്ഞ് ശപിക്കുന്ന നാവ് ഉടനെ ചെന്നേച്ചും പോയി ഉടനെ മുണ്ടിന്റെ മടിക്കുത്തൊക്കെ കഴിച്ചിട്ട് സ്വർഗസ്വനായ പിതാ പേടിയില്ലാത്ത ഒരു കൂട്ടം ആളുകളായി ശാപം വരുത്തി വെക്കരുത്. ഈ കേൾക്കുന്ന ദൈവമക്കൾ കുട്ടികളും കേട്ടോ? അത് ചൊല്ലുന്നവരാണെങ്കിൽ ഓർത്തോളണം. ഇതിന് ഉറക്കം തൂങ്ങാനല്ല ഞാൻ പറഞ്ഞത്. ഇന്ന് നഷ്ടപ്പെട്ടു പോയിരിക്കുന്ന ഒരു ദൈവീകമായ സ്വഭാവം എന്തെന്നറിയാമോ? ദൈവഭയമില്ലാത്ത ഒരു കൂട്ടം ആളുകളും യുവാക്കന്മാരുമാണ്. എന്ത് ചെയ്യാനും എന്ത് പറയാനും എന്ത് കാട്ടിക്കൂട്ടാനും പള്ളിയിൽ ഉൾപ്പെടെയും കൂട്ടായ്മയിൽ ഉൾപ്പെടെ എന്ത് തർക്കിക്കാനും വിമർശിക്കാനും ചോദ്യം ചെയ്യാനും ദൈവത്തിന് സ്തോത്രം വിരൽ ചൂണ്ടാനും മടിയില്ലാത്ത ഒരു കൂട്ടം ആളുകൾ ഉടനെ പോയി തീയായതിന്റെ മുമ്പിൽ പോയി കൈമലർത്തി സ്വർഗസ്ഥനായ ഇന്നു മുതൽ ദൈവത്തിന്റെ പരമാധികാരവും ശ്രേഷ്ഠതയും അംഗീകരിച്ചുകൊണ്ട് ഭയത്തോടും വിറയലോടും വിശുദ്ധ കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കാൻ തയ്യാറുള്ളവർ മാത്രമേ കർത്തൃപ്രാർത്ഥനയല്ലാവുള്ളൂ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. പറഞ്ഞു മനസ്സിലായല്ലോ? ചെന്ന് നിൽക്കുന്നത് ജ്വലിപ്പിക്കുന്ന അഗ്നിയായ ദൈവത്തിന്റെ തുറന്നിരിക്കുന്ന സിംഹാസനത്തിന് മുൻപിൽ താളടിയായിരിക്കുന്ന വിറകൊള്ളിയായിരിക്കുന്ന ഞാൻ പോയി നിൽക്കുന്നു എന്നുള്ളതായ ഒരു ഭയം നിങ്ങളെല്ലാവരെയും ഭരിക്കണം എന്ന് ഞാൻ പ്രത്യേകിച്ച് ഓർപ്പിക്കാം. ഇനി ഓർക്കോ നിങ്ങളാ കാര്യം? ഞാൻ എവിടെയാണ് പ്രാർത്ഥിക്കാനാണ് പോയി നിൽക്കുന്നത്? ഈ പ്രാർത്ഥന യേശുവിൻ്റെ നാവിൽ നിന്ന് മക്കളെ ഇപ്രകാരം ചൊല്ല് എന്ന് പറഞ്ഞ് ചൊല്ലി തന്നതാണ്. അത് യേശുവിൻ്റെ ശബ്ദമാണ്. സ്വർഗസ്ഥനായ രണ്ടാമത്തെ കാര്യം എന്താണ്? ഞങ്ങളുടെ ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ,
ഈ കർത്തൃപ്രാർത്ഥനകൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, അതിനകത്ത് there are no singular pronouns in this prayer. ഒരു ഏകവചനമുള്ള ഏതെങ്കിലും ഒരു വാക്ക് പറഞ്ഞ്, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്, എല്ലാം ഞങ്ങളാണ്, എല്ലാം ഞങ്ങളാണ്. ഇതൊരു കുടുംബ പ്രാർത്ഥനയാണ്, ഇതൊരു കൂട്ടായ്മ പ്രാർത്ഥനയാണ്. ഓൾ ആർ പ്ലൂറൽ, എല്ലാം ഞങ്ങളാണ്, ഞങ്ങളാണ്, ഞങ്ങളാണ്. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ആരാന്നറിയാമോ? ആരെ വിളിച്ചത്? സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവിനാണ്. മക്കളെല്ലാവരും കൂടെ കാൽവറി തറവാട്ടിലെ മക്കളെല്ലാം കൂടെ ഒറ്റ മനസ്സോടെ, ഒരപ്പൻ്റെ മക്കൾ, ഏക അഭിപ്രായത്തോടെ, ഹാർമോണിയസ് എക്സിസ്റ്റൻസ്, എല്ലാവരും ഭിന്നത മറന്ന്. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, അത് നമ്മുടെ കൂട്ടായ്മയിൽ വരണം കേട്ടോ. നമുക്ക് വ്യത്യാസമുണ്ട് പ്രകൃതി. നോ ടു ലിവിങ് തിങ്സ് ആർ ഐഡന്റിക്കൽ ഇൻ ദീസ് വേൾഡ്. ഒരേ സ്വഭാവമുള്ള ആരുമില്ല. ഇരട്ട പിള്ളേരാണെങ്കിലും ഐഡന്റിക്കൽ ട്വിൻസ് ആണെങ്കിലും ശരി, ഒരുപോലുള്ളതായ മക്കൾ കാഴ്ചയിലൊക്കെ ഒരുപോലെ ആയിരിക്കും, പ്രകൃതി ഒരുപോലെ ആയിരിക്കില്ല, തികച്ചും വ്യത്യസ്തമായിരിക്കും. അവിടെയാണ് ദൈവമക്കളെ സഹിക്കുക, ക്ഷമിക്കുക, പൊറുക്കുക, ഒറ്റ മനസ്സോടെ. ഞാൻ നിങ്ങളോട് പറയട്ടെ, അല്പമെങ്കിലും അനുഭവിച്ചുകൊണ്ട് പറയട്ടെ, അത് സാധിക്കും കേട്ടോ. ഒരു മനുഷ്യനോടും ഒരു കയ്പോ അകൽച്ചയോ ഒന്ന് മാറ്റി നിർത്തണമെന്ന് തോന്നാത്തതായ ഒരു സ്ഥിതിവിശേഷം ദൈവം നമുക്ക് തരും. അത് ഉള്ളത്തിൻ്റെ ഉള്ളറയിലെ ആഗ്രഹമായിരിക്കണം. കാരണം എന്താ പറയുക, ഞാൻ അതിന് കണ്ടുപിടിച്ചൊരു കാര്യം, ഞാൻ എൻ്റെ പ്രകൃതി അനുസരിച്ച് ദൈവം എന്നെ സ്നേഹിച്ചുവെങ്കിൽ ഞാൻ സ്നേഹിക്കാതെ അകറ്റി നിർത്തേണ്ട ആരാ ഉള്ളേ? ഹല്ലേലൂയ, ദൈവത്തിൻ്റെ സ്തോത്രം. ഒരു ക്രിസ്ത്യാനി ഒരിക്കലും ഒരു ഏക ഘടകമല്ല. എല്ലാവരും ഓർക്കും, അത് ഏക ഘടകമല്ല. ഞാനില്ല, ഞങ്ങൾ മാത്രം. ഹല്ലേലൂയ. സോ ഗോഡ്സ് പ്രയർ, ലോർഡ്സ് പ്രയർ ഈസ് എ ഫാമിലി അഫെയർ. കാൽവറി തറവാട്ടിലെ മക്കളുടെ കൂട്ടമായിട്ടുള്ളതായി കുടുംബ പ്രാർത്ഥനയാണ് കർത്തൃപ്രാർത്ഥന. ദൈവത്തിന് സ്തോത്രം. മൂന്നാമത്തെ കാര്യം കൂടി പറയട്ടെ. മൂന്നാമത്തെ കാര്യം എന്താണ്? സ്വർഗസ്ഥനായ രണ്ട് ഞങ്ങളുടെ. മൂന്നാമത്തെ കാര്യം എന്താണ്? പിതാവേ. എന്ത് മനോഹരമായ ദൈവമക്കളെ, ഇത്ര ഒത്തിരി നേരം പറയാനുണ്ട് വാസ്തത്. സ്വർഗസ്ഥനായ ഞങ്ങളുടെ അപ്പ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്നേഹവാത്സല്യത്തോടെ അപ്പൻ്റെ അടുക്കിലേക്ക് മകനോ മകളോ ചെന്നിട്ട്, അപ്പച്ച, അപ്പ, ദൈവത്തിൻ്റെ സ്തോത്രം, ദൈവങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് വിളിച്ചു, യേശു അപ്പച്ച, എൻ്റെ സ്വന്തം അപ്പ. ഹല്ലേലൂയ, നന്ദിയോടെ സ്തോത്രം. ഗലാത്യർ 4:6 വായിച്ച്, വേഗം വായിച്ച്. നിങ്ങൾ മക്കളാകൊണ്ട് അപ്പാ പിതാവേ എന്ന് വിളിക്കുന്ന സ്വപുത്രന്റെ ആത്മാവിനെ ദൈവം നമ്മുടെ ഹൃദയങ്ങളിൽ അയച്ചു. ഹല്ലേലൂയ. ഹൃദയങ്ങളിൽ തന്നിരിക്കുന്ന പ്രാഗൽഭ്യം എന്താണെന്നറിയാം? എന്താ പ്രാഗൽഭ്യം? സ്വർഗത്തിലെ ഇപ്പൊ ഞാൻ ആദ്യം പറഞ്ഞ തേജോമയനായ മാലാഖമാരെ മുഖം മൂടിക്കൊണ്ട് ആരാധിക്കുന്ന അഗ്നിജ്വാലക്കൊത്തണ്ണ കണ്ണുള്ള ദൈവം ആരാണ്? അതെൻ്റെ അപ്പനാണ്, അതെൻ്റെ അപ്പനാ. എൻ്റെ പദവി എന്താ ദൈവമക്കളെ? ദൈവത്തിൻ്റെ സ്തോത്രം. അമേരിക്കൻ പ്രസിഡന്റിന്റെ മകനാന്ന് പറഞ്ഞാലോ, അല്ലെങ്കിൽ അതിനേക്കാൾ വലിയൊരാളുടെ മകനാണെന്ന് പറഞ്ഞാലോ, ഇത് ഞാൻ ആരുടെ മകനാ? നിന്റെ നിറമോ, നിന്റെ വിദ്യാഭ്യാസമോ, നിന്റെ വീടിന്റെ വലിപ്പമോ, കാറിന്റെ വലിപ്പമോ, നീ പ്രസംഗിക്കാൻ സ്റ്റേജിൽ നിൽക്കുന്നതൊന്നുമല്ല. ഞാൻ അപ്പൻ്റെ മകനാണ്. നിങ്ങളൊക്കെ ഒന്ന് കേട്ടേ സഹോദരിമാരെ, ഞാൻ യേശു അപ്പച്ചൻ്റെ പുന്നാരമോളാണ്. ഞാൻ ദൈവത്തിന്റെ പ്രിയമകനാണ്. ഹല്ലേലൂയ. എനിക്ക് വലിയ വാസനയും സൗന്ദര്യവും ഒന്നും കാണില്ല. റോമർ 8:15 വായിച്ച്. റോമർ 8:15. നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസ്യത്തിന്റെ ആത്മാവിനെ അല്ല, ദാസ്യത്തിന്റെ ആത്മാവിനെ അല്ല വായിച്ചു. പിന്നെന്താ? നാം അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന, അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിന്റെ ആത്മാവിനെ, പുത്രത്വത്തിന്റെ ആത്മാവ്. ദൈവത്തിന്റെ സ്തോത്രം. ഞാൻ തെളിച്ചു പറയുന്നത് നിങ്ങളൊന്ന് കണ്ണു നിറഞ്ഞ എൻ്റെ നേരെ നോക്കിയിട്ടെ. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും കാൺമീൻ നിങ്ങൾ ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ ഇത്ര പദവി തന്നിരിക്കുന്നു. ആമേൻ, ആമേൻ. ഞാൻ നിന്നോട് പറഞ്ഞു, വീണ്ടും ജനിച്ചില്ല എങ്കിൽ, എല്ലാവരും കേട്ടെ, വീണ്ടും ജനിച്ച ദൈവമക്കൾ, സ്വർഗത്തിലെ ദൈവത്തെ അപ്പ എന്ന് വിളിക്കാൻ അബ്ബാ പിതാവേ എന്ന് പുത്രത്വത്തിന്റെ പദവി സ്വീകരിച്ച ദൈവമക്കൾ. മക്കളാണെങ്കിൽ അപ്പന്റെ ഛായ കാണും. അപ്പന്റെ ഛായ വിശുദ്ധിയാണ്. ദൈവത്തിന്റെ സ്തോത്രം. അപ്പന്റെ മുതല് വിശുദ്ധിയാണ്. ആ മുതലായിരിക്കുന്ന വിശുദ്ധി കൈവശമുള്ളതായി ദൈവമക്കൾ.
ദൈവനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ. അവർ മാത്രം ചെല്ലേണ്ട പ്രാർത്ഥനയാണ്. എല്ലാവരും കേട്ടോന്ന് എനിക്കറിയാൻ പാടില്ല. ആത്മാവിൽ വീണ്ടും ജനിച്ച് അപ്പ എന്ന് വിളിക്കാൻ പുത്രത്വത്തിന് പദവി ലഭിച്ച വീണ്ടും ജനിച്ച ദൈവമക്കൾക്ക് മാത്രം ചൊല്ലാൻ അവകാശമുള്ള പ്രാർത്ഥനയാണ് കർത്തൃപ്രാർത്ഥന. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ എന്തു പറയുന്നു? ഇന്ന് അവനെ കൈക്കൊണ്ട് വേണം പോകാനായിട്ട്. അങ്ങനെ സ്വർഗത്തിൻ്റെ വിശുദ്ധിയെ കണ്ട് അപ്പൻ്റെ സ്നേഹത്തെ തിരിച്ചറിഞ്ഞ് മകൻ എന്ന പദവി ഉൾക്കൊണ്ട് എല്ലാവരോടും നിരപ്പായി ചൊല്ലേണ്ടതായൊരു പ്രാർത്ഥനയാണ് കർത്തൃപ്രാർത്ഥന. വീണ്ടും ജനിച്ച ദൈവമക്കൾ കുടുംബമായി കൂട്ടായ്മയായി സ്വർഗവാതിലിന് മുമ്പിൽ ഭയത്തോടും വിറയലോടും അതേസമയത്ത് സ്നേഹത്തിൻ്റെ സ്വാതന്ത്ര്യത്തോടു കൂടി കടന്നു ചെല്ലുന്നതായ ഒരു പ്രാർത്ഥന. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. രണ്ടേ കാര്യങ്ങളാണ്. ഒന്ന് മക്കൾ, പിന്നെ ഒരു കാര്യം ഞാൻ പിന്നീട് പറഞ്ഞോളാം. എന്താണത്? ചെല്ലേണ്ട രണ്ടാമത്തെ യോഗ്യത എന്താണ്? ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണം. എല്ലാവരും ഒന്ന് കേട്ടി. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചെല്ലിക്കും. ഞാൻ പറഞ്ഞേക്കണം, ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് 2 യോഗ്യത ഉണ്ടായിരിക്കണം. ഒന്ന് എന്താന്ന് പറഞ്ഞ് വീണ്ടും ജനിച്ച ദൈവമക്കൾ. 2 എന്താണ്? എല്ലാവരോടും ക്ഷമിച്ച് നിരപ്പാക്കിയ ദൈവമക്കൾ മാത്രം ചൊല്ലേണ്ട പ്രാർത്ഥന. ആ പ്രാർത്ഥന ചൊല്ലാൻ തൊക്കെ ഒരുങ്ങുക. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ.